അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും പരസ്പരം ആഞ്ഞെട്ടിക്കാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ കൈഡോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. കൈഡോ അവന്റെ 10 വയസ്സ് മുതൽ വളരെ ടെററായിട്ടാണ് വളർന്നു വന്നത്. ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ആർക്കും തന്നെ അവരെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ലായിരുന്നു. 46 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഒരു ഐലാൻഡ് കാണിക്കും, വോഡ്ക ഐലാൻഡ്. അവിടെയാണെങ്കിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റുള്ള ടീമാണെങ്കിൽ അവരെ തകർക്കാനായിട്ട് റെഡിയാവും. അതിന് കൈഡോ ആണെങ്കിൽ അവരോട് പറയും, നമ്മൾ വെറുതെ പേടിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ പവർ ഉപയോഗിച്ച് നമ്മൾ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ അറ്റാക്ക് ചെയ്യണം. ഒരു കാരണവശാലും അവരുടെ അടിമകളായിട്ട് നമ്മൾ ജീവിക്കരുത്. ഇത് അടുത്ത സീനിൽ ഇപ്പൊ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാവരും ചേർന്ന് കൈഡോയെ പിടിച്ച് വലിച്ചു കൊണ്ടുവരാണ്. കൈഡോ ആണെങ്കിൽ നിലവിളിക്കും, നിങ്ങൾക്ക് എന്ത് വേണം? എന്നെ ഇപ്രകാരം ലോക്ക് ചെയ്യുന്നത്? നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യില്ല. ആക്ച്വലി സെലസ്റ്റിയൽ ഡ്രാഗൺസിന് അവരെ എല്ലാവരെയും അവരുടെ അണ്ടറിലാക്കണം. കൈഡോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ അണ്ടറിൽ ഒരു സോൾജിയർ ആയിട്ട് കൈഡോ ലഭിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ ബെനിഫിറ്റ് ആണ്. എങ്കിലും അവനെ മെരുക്കിയെടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. സോ 4-5 പേർ ചേർന്ന് ഇപ്പൊ കൈഡോയെ പിടിച്ചു വലിച്ച് ലോക്ക് ചെയ്ത് സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ബേസിലേക്ക് കൊണ്ടുവരും. സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണെങ്കിൽ അവനൊരു ഓഫർ കൊടുക്കും, നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ ടീമിൽ ചേരുകയാണെങ്കിൽ നിങ്ങളുടെ ഐലാൻഡിനെയും റവറിയിൽ ഒരു മെമ്പറാക്കി മാറ്റും. വെച്ച് നിങ്ങളുടെ ഇഷ്യൂസ് തുറന്നു പറയാനും അത് പരിഹരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. കൈഡോ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞാനതിന് അനുവദിക്കില്ല. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ എന്നെ ഒരു ഭാഗമാക്കാൻ നോക്കണ്ട. ഇതാ ഇപ്പൊ പ്രസന്റ് കാണിക്കും. കൈഡോ അവന്റെ ഫുൾ പവർ എടുത്ത് ലൂഫിക്ക് നേരെ പറന്നു വരികയാണ്. ഞാനാണ് കൈഡോ, എന്നെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കില്ല. കഴിവില്ലാത്ത സാഡ് ആയിട്ടുള്ളവരെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ബിൽഡ് ചെയ്ത് എൻ്റെ ഒരു വലിയ ലോകം ഞാൻ ക്രിയേറ്റ് ചെയ്യും. ലൂഫി, സത്യത്തിൽ നീ ബുദ്ധിമാൻ തന്നെയാണ്. സാമുറായ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും വാനോക്കിൻ്റെ തിരികെ പിടിക്കാനും ലോയുടെയും യൂസ്ട്രസ് കിഡിനെയും ഹെൽപ്പ് ചോദിച്ച് നീ ഇവിടേക്ക് വന്നു. ഹെൽപ്പിംഗ് മെന്റാലിറ്റി അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ സത്യത്തിൽ നിന്റെ യഥാർത്ഥ എയിം അതെന്താണെന്ന് ചോദിച്ച് തീ പിടിച്ച കൈഡോ ആണെങ്കിൽ ഇപ്പോൾ ലൂഫിയുടെ കൈ കടിച്ചു പറിക്കും. ലൂഫിക്കാണെങ്കിൽ അവന്റെ കൈ പൊള്ളിപ്പോയി ഒരുപാട് വേദനയിൽ അവൻ നിലവിളിക്കാനായിട്ട് തുടങ്ങും. കൈഡോ ആണെങ്കിൽ നിർത്താതെ അവൻ അറഞ്ചം പുറഞ്ഞ് തല്ലിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ലോക്ക് ചെയ്ത കൈഡോ ചങ്ങലകളെല്ലാം ഭേദിച്ച് പുറത്തേക്ക് കടന്നു പോവാണ്. അവിടെ ഉണ്ടായിരുന്ന നേവിക്കാരുടെ കപ്പലുകളെല്ലാം തകർത്ത് അവൻ രക്ഷപ്പെട്ടു പോകും. നേവിക്കാരാണെങ്കിൽ അവനെ തിരികെ പിടിക്കാനായിട്ട് 70 മില്യൺ ബൗണ്ടി അത് പ്രഖ്യാപിക്കുകയാണ്. ഒരുപാട് പേര് അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ കൈഡോയുടെ കൈകൊണ്ട് അവരെല്ലാവരും ദാരുണമായിട്ട് കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ അല്ലാത്ത വീക്കായിട്ടുള്ളവർ ആരും തന്നെ കൈഡോയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് ഒരു നിർദ്ദേശം സ്ട്രോങ് ആയിട്ട് നേവിക്കാർ കൊടുക്കും. കൈഡോയ്ക്കാണെങ്കിൽ എപ്പോഴൊക്കെ വിശക്കുന്നോ അപ്പോഴൊക്കെ അവൻ നേവിക്ക് പിടികൊടുക്കും. അതിനുശേഷം ആവശ്യമുള്ളതെല്ലാം തിന്നു തീർത്തതിന് ശേഷം കപ്പൽ തകർത്ത് അവൻ രക്ഷപ്പെട്ടു പോകും. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത 44 വർഷങ്ങൾക്ക് മുൻപ് കാണിക്കും. ഇപ്പൊ കൈഡോയ്ക്ക് 15 വയസ്സാണ്. അവനാണെങ്കിൽ ഒരു ഐലാൻഡിൽ ഒരുപാട് ഫൈറ്റ് ഒക്കെ ചെയ്ത് ഇഷ്ടത്തിന് ഹായ് ആയിട്ട് ജീവിക്കുകയാണ്. ആക്ച്വലി കൈഡോയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വൈറ്റ് ബിയർഡ് ആൾ അറിഞ്ഞു കഴിഞ്ഞു. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ കൈഡോയെ അന്വേഷിച്ച് ഐലാൻഡിലേക്ക് വരും. കൈഡോയെ കാണേണ്ട താമസം വൈറ്റ് ബിയർഡിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഡ്രോഗ്സിന്റെ ആ ഒരു ടീമിലേക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യാണ്. അതിനുശേഷം അവരെല്ലാവരും ഒരു ടീമായി മാറി ലൂഫിയുടെ ഗ്രാൻഡ് പേ അടങ്ങുന്ന ടീമുമായിട്ട് ഏറ്റുമുട്ടി ഡ്രഗ്സ് അവൻ ആ ഒരു ഫൈറ്റിൽ മരണപ്പെടുകയാണ്. റോക്ക് പൈററ്റ്സ് തോറ്റതറിഞ്ഞ് എല്ലാവരും ഷോക്കാവുകയാണ്. ഇവിടെ ബിഗ് മൂമിനാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. ഓ നോ, ആ കൈഡോ അവൻ എവിടെ പോയി? നമുക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? ലൂഫിയുടെ ഗ്രാൻഡ് പേ കാർപ്പിന് മുൻപിലാണ് ഇപ്പൊ അവർ അടിയറവ് പറഞ്ഞത്. ആ ഒരു വലിയ തോൽവിക്ക് ശേഷം അവരെല്ലാവരും ആ ഒരു ടീം വിട്ട് ഇപ്പൊ സെപ്പറേറ്റ് ആയി ഓരോരോ ടീമുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് 10 വർഷത്തിന് ശേഷം ഒറോച്ചിയെ സഹായിച്ച ആ ഗ്രാൻഡ്മ അവരാണെങ്കിൽ കൈഡോയുടെ അടുത്തേക്ക് വരും. നിനക്ക് വളരാൻ പറ്റിയ സ്ഥലം വാനോ കിൻഡം ആണ്. ഒറോച്ചിയോടൊപ്പം ചേർന്ന് നീ ആ വാനോ കിൻഡം പിടിച്ചടക്കണമെന്ന് പറഞ്ഞതനുസരിച്ചാണ് അവനും വാനോ കിൻഡത്തിലേക്ക് വന്നത്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, എന്നല്ല ആര് കരുതിയാലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. വാനോ കിൻഡം അത് ഞങ്ങൾ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് ഞെട്ടിക്കും. ഇതാ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കൈഡോയുടെ മകള് അവളാണെങ്കിൽ കൈഡോട് പറയും, ജോയ് ബോയ്ക്ക് വേണ്ടിയാണ് ഓടൻ കാത്തിരുന്നത്. തീർച്ചയായിട്ടും ജോയ് ബോയ് ഈ ഒരു ഐലാൻഡിലേക്ക് വന്ന് ബോർഡേഴ്സ് ഓപ്പൺ ചെയ്ത് വിടും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ നേവിക്കാരൻ അവനാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് പോവാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ കൈഡോയെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മൊമന്റോസ്കി ആണെങ്കിൽ യമട്ടോട് പറയും, എനിക്ക് മനസ്സിലാവുന്നു, ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ലൂഫി അവന്റെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ഐലാൻഡിനെ നീക്കി കൊണ്ടുപോവുക എന്നതാണ്.
അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ്റെ ഫുൾ സ്ട്രെങ്ത് കൊടുത്ത് ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കാണുമ്പോൾ യമട്ടോയ്ക്കും ഭയങ്കര സന്തോഷം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് വിശ്വസുന്ദരിയെ കാണിക്കും. അവളാണെങ്കിൽ മരിക്കാൻ തയ്യാറായി കണ്ണുകൾ അടച്ച് നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് അവളുടെ രക്ഷകൻ ആളങ്ങനെ ചാടി വീണ് ഓരോച്ചിര കഴുത്ത് അത് വെട്ടിയെറിയുക. അതുകൊണ്ട് വിശ്വസുന്ദരി അവൾ ഷോക്കാവും. അവൻ വിശ്വസുന്ദരിയോട് പറയും, എന്നെ ചെറുപ്പം മുതലേ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് തീർച്ചയായിട്ടും ഞാൻ പാലിക്കും. ഒരു കാരണവശാലും ഒരു കഴുകന്മാർക്കും നിന്നെ ഞാൻ ഇട്ട് കൊടുക്കില്ല. അവനാണെങ്കിൽ ഇപ്പൊ അവളുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അപ്പാപ്പനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ പിടിച്ചു വലിച്ച് അവന്റെ മുഴുവൻ സ്ട്രെങ്ത് ഉപയോഗിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. മാൻഷനിലുള്ളവരാണെങ്കിൽ ഓൾമോസ്റ്റ് ആ വെള്ളത്തിന്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അവിടേക്ക് എത്തിയാൽ മാത്രമേ തീയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂ. മറ്റൊരു ഭാഗത്ത് ജിംബയും റൈസോയും അവർ രണ്ടുപേരും ചേർന്ന് ഓരോരോ ഭാഗങ്ങളിലേക്ക് പാഞ്ഞടുത്ത് അവിടെയുള്ള തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലക്ഷ്യം പെർഫോമൻസ് ഫ്ലോർ ആണ്. അവിടെയാണ് ഒരുപാട് പേരുള്ളത്. എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് റൈസോ ആണെങ്കിൽ വാട്ടർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കൺട്രോൾ ചെയ്ത് പെർഫോമൻസ് ഹാള് അത് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് പോകും. ഇവിടെ ഉസൂപ്പ് ആണെങ്കിൽ ഒക്കിക്യൂനെയും കെന്നിനെയും അവർ രണ്ടുപേരെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ വെള്ളം വന്ന് ആഞ്ഞടിച്ച് അവരാണെങ്കിൽ ഏതൊക്കെയോ ഭാഗത്തൂടെ തെറിച്ച് പോവാണ്. അവിടെ അവർ ഫില്ല് ചെയ്യാൻ ശ്രമിച്ച ആ വെള്ളം അതിപ്പോൾ ഓരോരോ ഭാഗങ്ങളിലൂടെ ലീക്കായി ഐലാൻഡിന് പുറത്തേക്ക് ഒഴുകും. ഇതുവാണെങ്കിൽ മറ്റൊരു കാര്യം കണ്ട് ഷോക്കാവും. കാരണം ഇപ്പൊ കൈയുടെ പവർ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിന്റെ തെളിവായി അവൻ ക്രിയേറ്റ് ചെയ്തിരുന്ന ക്ലൗഡ് ഇതും ഇപ്പോൾ പതിയെ പതിയെ ഡിസപ്പിയർ ആയിരിക്കുകയാണ്. അത് മുഴുവനായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആ ഒറിഗഷിമ ഐലാൻഡ് ഫ്ലവർ ക്യാപിറ്റലിൽ പതിക്കും. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് മൊമന്റോസ്കിയോട് പറയും, നീ അത് കാണുന്നില്ലേ, കൈഡോ ക്രിയേറ്റ് ചെയ്ത ആ ക്ലൗഡുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇവിടുന്ന് ഒരു ഐലാൻഡിനെ പുള്ള് ചെയ്ത് ദൂരത്തേക്ക് കൊണ്ടുപോകും. അത് കേട്ട് അവനും അവന്റെ സ്ട്രെങ്ത് കൊടുത്ത് പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കും. സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവുകയാണെന്ന് ഇപ്പോൾ മൊമന്റോസ്കിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി അവൻ അവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു വാനോ കിങ്ഡം അത് മുഴുവനായിട്ടും ഇല്ലാതാവും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കൊടുത്ത വാക്ക് അതെനിക്ക് പാലിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. അടുത്ത നിമിഷം ലിമിറ്റഡായിട്ട് അവന്റെ ക്ലൗഡ്സ് പുറത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ അതുപയോഗിച്ച് ഇപ്പൊ ഒറിഗഷിമയെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരംഭിക്കും. അവനാണെങ്കിൽ ആ ക്ലൗഡിനെ നല്ല രീതിയിൽ വലിക്കുകയാണ്. പതിയെ ഒറിഗഷിമ അത് നീങ്ങാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് കൈഡോടെ അടിയിൽ അവിടെ വലിയൊരു ദ്വാരം ക്രിയേറ്റ് ആവും. കിഡും ലോയും അവർ രണ്ടുപേരും വിളിച്ചു പറയും, ലൂഫി ഒരു കാരണവശാലും നീ തോൽക്കാനായിട്ട് പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ആരും ഉണ്ടാവില്ല. അത് കേട്ട് കൈഡോ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. തീർച്ചയായിട്ടും ലൂഫിയെ ഞാൻ കൊല്ലും. അവന്റെ അസിസ്റ്റൻസ് ആയ ഇവരെ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കും. നിങ്ങളെല്ലാവരും എന്റെ കൈകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ലൂഫിയെ ആഞ്ഞടിക്കും. കൈഡോ ആണെങ്കിൽ നിർത്താതെ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ലൂഫിയുടെ കയ്യിൽ ആഞ്ഞു കട്ടിക്കുകയാണ്. അതിൽ ലൂഫി ആണെങ്കിൽ അവന്റെ കൈ ജയന്റാക്കി മാറ്റും. നമ്മുടെ ആൾക്കാരെല്ലാവരും ചെടിപ്പോടും ഭയത്തോടും കൂടെ അവരുടെ ഫൈറ്റ് കാണും. വയലറ്റ് പെണ്ണാണെങ്കിൽ ഒരു സെക്കൻഡ് ലൂഫി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് പ്രതീക്ഷയോട് കൂടെ ഫൈറ്റ് നോക്കുകയാണ്. ഇവിടെ ലൂഫിയും ഡോയും അവർ രണ്ടുപേരും വാശിയിൽ അവരുടെ തലകൾ തമ്മിൽ അങ്ങനെ ആഞ്ഞെട്ടിപ്പിക്കുകയാണ്. അതിൽ വലിയൊരു ശബ്ദം തന്നെ അവിടെ ഉണ്ടാവും. ലൂഫി ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, എല്ലാവർക്കും ഭക്ഷണവും സമാധാനവും ഉള്ള ഒരു നല്ല ഐലാൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. നിന്റെ ഭരണം അത് ഞാൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കൈ അങ്ങനെ ഉയർത്തി കൈഡോടെ തലയ്ക്കൊരു ഒറ്റ അടി. ആ ഒരു അടിയിൽ കൈഡോ അങ്ങനെ അടിച്ച് താഴെ വീഴും. ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലൂഫി അൺകോൺഷ്യസ് ആയിട്ട് അങ്ങനെ താഴേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. ആ ഒരു ബലൂണുകൾക്കിടയിൽ ലൂഫി അങ്ങനെ പതിയെ താഴേക്ക് വരും. ഇവിടെ മൊമന്റോസ്കി ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ഒറിഗഷിമ ഐലാൻഡ് അത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇറക്കിയിരിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ ആശ്വാസത്തില് ശ്വാസമൊക്കെ വലിച്ചുവിട്ട് റെസ്റ്റ് ചെയ്യും. അതേസമയം ലൂഫിക്കാണെങ്കിൽ ഇപ്പോഴും ബോധമില്ല. കൈഡോയെ തകർത്ത് നമ്മുടെ ലൂഫി അവൻ വാനോക്കിനെ തിരികെ പിടിച്ചോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.